എടി എത്ര നാൾ കരഞ്ഞു പ്രാർത്ഥിച്ചു? നീ ഒത്തിരി ഇവന് വേണ്ടി കരഞ്ഞു. യേശു തരാത്തതായിട്ട് ഒന്നുമില്ല നിങ്ങൾക്ക്. എന്നിട്ട് രാമൻ ഒരു സുവിശേഷകനാവും. ഇറങ്ങി വാ. ആദ്യമായിട്ട് വന്നാണ്. യേശുവിനോട് പറയുന്നത് എന്നാണെന്നറിയോ? നീ വലിയ പ്രതിസന്ധിയില്ല. ഇന്ന് രാവിലെ നിന്റെ പ്രതിസന്ധി പൊട്ടിപ്പോകാൻ തുടങ്ങുക. ഇന്ന് രാവിലെ നീ ചോദിച്ചതാ ദൈവത്തോട്, ദൈവമേ എന്നോട് സംസാരിക്കത്തില്ലെന്ന് ദൈവത്തോട് ചോദിച്ചതാ. ദൈവം നിന്റെ അവസ്ഥകൾക്ക് മാറ്റം തരാനായിട്ട് പോകുകയാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ആ കരങ്ങളൊന്ന് അടിച്ച്, അതിന് നിന്റെ പെണ്ണും പിള്ളെ എല്ലാരും വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്നുറക്കെ ഒന്ന് വിളിച്ച് ദൈവത്തിനൊന്ന് നന്ദി പറയാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും യേശുവിന് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച അല്പനിമിഷങ്ങൾ ഈ വീടിനെ ദൈവം തൊടുക. ഇന്ന് രാവിലെ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ ഈ വീട്ടിൽ നടക്കും. എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാം അല്പനിമിഷങ്ങളൊന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാവരും കൂടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തൊന്ന് പ്രാർത്ഥിച്ച് ഈ വീടിന്ന് രാവിലെ മോനെ ഈ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ അങ്ങനെയൊക്കെ കാണുക കേട്ടോ. നിന്റെ പേര് പറ. രാമൻ. നിന്റെ പേരെന്തോ മോളെ? ഗീത. മോളെ നീ ഒത്തിരി ഇവന് വേണ്ടി കരഞ്ഞു. യേശു തരാത്തതായിട്ട് ഒന്നുമില്ല നിങ്ങൾക്ക്. എല്ലാം ദൈവം നിങ്ങൾക്ക് തന്നതാ. എടാ നീ ഏത് ചർച്ചിലാ പോന്നേ? TB തോമസ് പാസ്റ്റർ ചർച്ചിൽ. ഞാൻ പറയുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. എടാ നമ്മൾ തമ്മിൽ ആദ്യം കാണുമല്ലയോ? നീ ഇവിടെ ഇരുന്നപ്പോ എന്നോട് കർത്താവ് പറഞ്ഞു നീ മദ്യപിക്കുന്നുണ്ടെന്ന്. ഇന്ന് മദ്യപാനം നിർത്തണം. ഇനി തൊടത്തില്ല. നമ്മള് തൊടുവോ? ഇനി മരിക്കുന്നന്ന് വരെ തൊടത്തില്ല. അതിന്റെ പിൻപിൽ അവൾ ഒത്തിരി പ്രാർത്ഥിച്ചു ദൈവത്തോട്, കർത്താവേ എന്റെ ഭർത്താവിന്റെ മദ്യപാനം ഒന്ന് നിൽക്കണം എന്ന് ദൈവത്തോട് ഒരുപാട് അവൾ പ്രാർത്ഥിച്ചു. എന്നെ ദൈവം എന്നോട് പറയുക, മോളെ നിന്റെ പ്രാർത്ഥനയും നിന്റെ കരച്ചിലും എല്ലാം ദൈവത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നീ ഒരുപാട് ദൈവത്തോട് പറഞ്ഞതാ, തമ്പുരാനെ എന്റെ ഭർത്താവ് പള്ളി വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ സൈഡിൽ കൂടെ മദ്യപാനമുണ്ട്. ഇന്ന് രാവിലെ യേശു എന്നോട് പറയുക, നീ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് ജനിച്ചു വളർന്നത് അവിടെയാ. ഒരുപറ്റം ആളുകളെ, തമിഴ് വംശജരായിട്ടുള്ള ആളുകളെ നീ യേശുവിലേക്ക് കൊണ്ടുവരാൻ ഒരു സുവിശേഷകനായി ഇന്ന് രാവിലെ നീ മാറാൻ പോവാ. നിന്റെ അകത്ത് തന്നിട്ടുള്ള മദ്യപാനത്തിന്റെ കൈവശങ്ങൾ ഇന്ന് രാവിലെ പൊട്ടിപ്പോകാൻ പോവാ. കരമടിച്ചൊന്ന് അന്യഭാഷ പറഞ്ഞ് യേശുവേ എന്നൊന്ന് വിളിക്കാവുന്നവരാ, യേശുവേ എന്നൊന്ന് വിളിച്ച് നീ ഇന്ന് രാവിലെ മാറാൻ പോവാ. യേശുവിന്റെ മഹത്വം മോളെ രാമൻ സുവിശേഷകനാവും. മോനെ നീ ആണ്ടവരുടെ പുസ്തകം കയ്യിലെടുക്കും. എടുത്തു നീ ഈ തമിഴ് ഭാഷ സംസാരിക്കുന്ന നിരവധി ആളുകളെ നീ യേശുവിന് വേണ്ടി കൊണ്ടുവരത്തക്ക പോലെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി സംഭവിക്കും. ഇന്ന് രാവിലെ അതിന്റെ പദ്ധതികളെ എന്റെ ദൈവം തുടങ്ങി വെക്കാൻ പോവാ. ഏറിയ നാളുകൾ ഇവിടെ കരച്ചില ദൈവത്തിന്റെ അടുത്തുണ്ട്. ആ കരച്ചിൽ എന്റെ ദൈവം കാണുക. ഇന്ന് രാവിലെ ഒരു ദൈവത്തിന്റെ പദ്ധതിയോ, ദൈവത്തിന്റെ കാരുണ്യോ, ദൈവത്തിന്റെ സാന്നിധ്യോ ഈ വീട്ടിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങുക. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാവുന്നവരാ അതരമൊന്ന് തുറന്ന് ആ നാമത്തെ ഒന്ന് വിളിച്ച് നിങ്ങളുടെ ബിസിനസ് ഉണ്ടല്ലോ, അത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നില്ലേ? അത് കണ്ടിട്ട് അസൂയുള്ളവരുണ്ട്. ഞാൻ നിന്നെ വിളിക്കുമ്പോൾ എന്നോട് ദൈവം പറഞ്ഞത് നിന്റെ ബിസിനസ് മൊത്തം പൊളിച്ചു കളയാൻ നിന്റെ അകത്ത് മദ്യത്തിൽ കൈവശം തന്ന അവിടം തൊട്ട് തകർന്നു പോകണം. അവിടുന്ന് കയറി വരുമ്പോൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് രണ്ടു പേർക്കും ഇന്ന് രാവിലെ
കർത്താവ് എന്നോട് പറയുക, ഇവിടെ വെച്ച് ദൈവം സൗഖ്യമാക്കാൻ പോവാ. ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന കരം ഇതിനകത്ത് ചലിക്കാനായിട്ട് തുടങ്ങുക. ഒന്ന് കൈയടിച്ച യേശുവേ എന്ന് വിളിക്കാവുന്ന ആളുകള് യേശുവേ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ച് ആ നാമത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് അസി ഖനിയ റമവേ ലഗനെ വൈഡവേ റമത്തുര ലാർമമനഘടകം സംഭവാനിയ വൈഡപ്രഭ സത്തുര ദഗനഘടകസിയ. മനെ, ഈ കുളന്തകളെ ദൈവം തന്ന ഒരു ദൈവത്തിന്റെ ദാന. ഈ നീ അടുത്ത ദിവസം പോയിട്ട് ഏത് ഹോസ്പിറ്റലിൽ പോയോ അതേ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഡോക്ടർ പറയും നിനക്ക് സൗഖ്യം ഉണ്ടായെന്ന. യേശു എന്നോട് പറയുക, ഇന്ന് രാവിലെ നീ സൗഖ്യമാകാൻ പോവാ. എടാ, ഇനി ആയുസ് കുടിക്കത്തില്ലല്ലോ. ഇല്ല. എടാ, എത്ര നാള് കരഞ്ഞു പ്രാർത്ഥിച്ചു? നിങ്ങൾ കേട്ടോ, ആരോടും പറഞ്ഞില്ല. ഇതാകെ അറിയാവുന്നത് യേശുവിന് മാത്രം. ഇന്ന് രാവിലെ യേശുവിന് മാത്രം അറിയാവുന്നത്. ഇന്ന് രാവിലെ ദൈവം നിന്നോട് പറയാം. അവള് പറഞ്ഞ നിങ്ങൾ കേട്ടോ, ഇത് വേറെ ആരോടും അവള് പറഞ്ഞു. ഞാൻ ഇവന്റെ മുഖം കാണുമ്പോ ആദ്യം യേശു എന്നോട് പറഞ്ഞ കാര്യം ഇതാ, രഹസ്യമായിട്ട് മോനെ ഇനി നീ തൊടത്തില്ല, നിനക്ക് തൊടാൻ പറ്റത്തില്ല. യേശുവിന്റെ കരം നിനക്ക് വേണ്ടി അങ്ങ് ചലിക്കും. നിന്റെ അകത്ത് യേശുവിന്റെ സീഡ് വന്ന് വീഴും. രണ്ടാമത് ഞാനൊരു കാര്യം കൂടെ കാണുക. ഈ തമിഴ് ഞാൻ ശരിക്കും നിന്നെ വിളിക്കും ഈ തമിഴ് ഭാഷയാ കാണുന്നത്. എടാ, സുവിശേഷകനായിട്ട് നിന്നോണം. നീ ജനിച്ചൊക്കെ ഈ തമിഴ്നാട്ടിലാ. ആ, നീയോ അവിടാ. രാമൻ പറ. എന്നോട് യേശു പറയുന്നത് എന്നാന്നറിയോ? എടാ, നീ ഒരുപറ്റം ആളുകളെ കൂട്ടും തമിഴ് ഭാഷ സംസാരിക്കുന്നവരെ, എന്നിട്ട് രാമൻ ഒരു സുവിശേഷകനാവും. നിങ്ങളൊന്ന് കൈയടിച്ചോ, രാമൻ പറ. അങ്ങനെ രാമൻ ഒരു സുവിശേഷകനാകുമെന്ന് യേശു എന്നോട് പ്രവചനമായിട്ട് പറയുക. ഒന്ന് കൈയടിച്ച ആദരം ഒന്ന് തുറന്ന് ലാർമവനഘടക സംബരാധന പ്രാർത്ഥിച്ച് ഇവർക്ക് വേണ്ടി ഇന്ന് രാവിലെ ഈ വീടൊരു വലിയ അത്ഭുതമായി മാറുന്നതിന് ആ കരമൊന്ന് നീട്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഈ രാമന്റെ വീടൊന്ന് മാറുന്നതിന്, അവിടെ തമിഴ്നാട്ടിലും ഇന്ന് രാവിലെ ഒരു ദൈവത്തിന്റെ അത്ഭുതം ഉണ്ടാകേണ്ടതിന് എല്ലാ ആളുകളും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് രഹസ്യമായി പറയുന്നതെല്ലാം അറിയാവുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ ഈ യോഗത്തിൽ വന്നിട്ടുണ്ടെന്നാ യേശു പറയുന്നേ. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട രാമന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അവിടുത്തെ സീഡ് ഈ മകന്റെ അകത്ത് വീഴട്ടെ. ഞങ്ങളുടെ മകനൊരു അത്ഭുതമാകട്ടെ താതനെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അധികാരത്തോടെ യേശുവിന്റെ നാമത്തിൽ തമ്പുരാന്റെ വലിയ പ്രവൃത്തിയും അത്ഭുതങ്ങളും എല്ലാം ഞങ്ങളുടെ മകന്റെ മേലുണ്ടാകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടവരുത്തുന്നതിന് സ്തോത്രം. എന്നോട് ദൈവം പറയുന്നു, നിന്റെ കണ്ണുനീര് ദൈവത്തിന്റെ അടുത്തുണ്ട്. നീ ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ട് ഭാരപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെ തിരിച്ചു നിന്റെ വീടിന്റെ പടിക്കെട്ട് കയറുമ്പോൾ നിന്റെ വീട്ടിലേക്ക് ദൈവത്തിന്റെ സൗഖ്യം ഇറങ്ങി വരും. നീ പ്രാർത്ഥിച്ച വിഷയത്തിനല്ല എൻ്റെ ദൈവം നിനക്ക് മറുപടി തരും. ഇന്ന് രാവിലെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ടെന്ന് ഈ രാവിലെ ദൈവം തൂതായിട്ട് പറയുക. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകളെല്ലാം കൂടെ ചേർന്ന് ആദരമൊന്ന് തുറന്ന് ആ നാമത്തെ ഒന്ന് ഉയർത്തി പിടിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ നാമത്തെ ഒന്ന് ഉയർത്തി. എന്റെ സമ്പത്താണേ തുല്യം ചൊല്ലാൻ